ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് വരും. ഇവിടെ പ്ലീസ് എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ സെൻഡ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ OTP മെസ്സേജ് SMS വെരിഫിക്കേഷൻ കോഡ് എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പ്ലീസ് എൻ്റർ ദ ലോഗിൻ പാസ്വേഡ് എന്ന ഭാഗത്ത് ഒരു പാസ്വേഡ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സക്സസ് എന്ന് കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, തൊട്ട് താഴെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ക്യാപ്ച കാണാൻ പറ്റും. ആ ക്യാപ്ച ഇതുപോലെ തെറ്റാതെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഓക്കെ, ഇവിടെ കൺഫേം കൊടുക്കുക. നമുക്ക് ഈ ഒരു സൈറ്റിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളുണ്ട്. അത് കാണാനായിട്ട് കുറച്ച് താഴേക്ക് വരിക. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഫസ്റ്റ് പ്ലാൻ 490 രൂപയാണ്. 490ൻ്റെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ 110 രൂപ ബോണസ് കിട്ടും. അത് കൂടാതെ ഡെയിലി 22 രൂപ 50 പൈസ വെച്ച് കിട്ടും. ഓക്കെ, 43 ദിവസമാണ് കിട്ടുന്നത്. ടോട്ടൽ കിട്ടുന്ന റവന്യൂ 967 രൂപ. നെക്സ്റ്റ് പ്ലാൻ 3200 രൂപയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 148 രൂപ വെച്ച് കിട്ടും. ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് 6364 രൂപയാണ്. തൊട്ട് താഴെ വീണ്ടും ഒരുപാട് പ്ലാൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും ചെറിയ പ്ലാൻ 490ൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ME സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കുമ്പോൾ റീചാർജ് എന്ന് കാണാൻ പറ്റും. ആ റീചാർജ് സെലക്ട് ചെയ്യുക. ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്യുക. 490 സെലക്ട് ചെയ്തു. റീചാർജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ QR കോഡുണ്ട്, അതുപോലെ തന്നെ UPI ഉണ്ട്. നമുക്കിത് രണ്ടും ഉപയോഗിച്ച് ക്യാഷ് ഗൂഗിൾ പേ വഴി ഫോൺ പേ വഴി സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ പേയിലായാലും ഫോൺ പേയിലായാലും 12 ഡിജിറ്റ് റഫറൽ ID നമ്പർ UPI ID നമ്പർ എന്ന് കാണാൻ പറ്റും. ആ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ടൈപ്പ് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഗൂഗിൾ പേയിൽ പോയിട്ട് ക്യാഷ് സെൻഡ് ചെയ്തു. ആ ഒരു 12 ഡിജിറ്റ് നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട്. UTR എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കാൻ പോകണം. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള നേരെ എന്ത് ചെയ്യണം? സൈറ്റിലോട്ട് പോവുക. ഓക്കെ, കുറച്ച് താഴെ വരിക. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പ്ലാനില്ലേ, അതിൽ ആ ജോയിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും. ഓക്കെ, ആ ജോയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് വരും. ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ജോയിൻ നൗ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോഴേക്ക് സബ്മിറ്റ് എന്ന് കാണിക്കും. സക്സസ്ഫുൾ പർച്ചേസ് എന്ന് കാണിക്കും. ഇത്ര ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 110 രൂപ ബോണസ് കിട്ടും. ആ ബോണസ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ME സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം ഏറ്റവും മുകളിലെ ആ ഒരു കസ്റ്റമർ കെയറിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലാലിറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സാപ്പ് കാണാൻ പറ്റും. ആ കൺസൾട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്സാപ്പ് ചാറ്റിലേക്ക് പോകും. ഇതാണ് അവരുടെ വാട്സാപ്പ് നമ്പർ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് പേജ് ഇതുപോലെ അയച്ചു കൊടുക്കുക. ന്യൂ ജോയിനിങ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അവരിതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ചോദിക്കും. ഓക്കെ, അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും. നമ്മുടെ പേര് ഡീറ്റെയിൽസ് ചോദിക്കും. അതെല്ലാം കൊടുക്കുക. അതിനുശേഷം വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് താഴെ വരുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇതുപോലൊരു ബോണസ് കോഡ് വരും. ഈ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്തെടുക്കണം. ഈ ഒരു ബോണസ് കോഡ് ലോങ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ സൈറ്റിലോട്ട് പോവുക. ഓക്കെ, നമ്മുടെ സൈറ്റിൽ പോയതിന് ശേഷം ഇവിടെ ME സെലക്ട് ചെയ്യുക. ME സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബോണസ് എന്ന് കാണാൻ പറ്റും. ആ ബോണസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം റിസീവ് കൊടുക്കുക. ഓക്കെ, അപ്പോഴൊക്കെ ആ ഒരു ക്യാഷ് വാലറ്റിൽ വന്നിട്ടുണ്ടാവും. നമുക്കിവിടെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു പേജിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ വിഡ്രോ എന്ന് കാണാൻ പറ്റും. ആ വിഡ്രോ സെലക്ട് ചെയ്ത് നമ്മുടെ എമൗണ്ട് എൻ്റർ ചെയ്ത് വിഡ്രോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ആളെ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ആളെ ചേർത്താൽ ബെനിഫിറ്റാണ്. ഓക്കെ, ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 130 രൂപ ബോണസ് കിട്ടും. അതുകൂടാതെ ആ വ്യക്തിക്ക് ഡെയിലി എത്ര കിട്ടുന്നുണ്ടോ അതിൻ്റെ 12% വെച്ച് നമുക്കും കിട്ടും. ഓക്കെ, സെക്കൻഡ് ലെവൽ 6% കിട്ടും. തേർഡ് ലെവൽ 3% കിട്ടും. അങ്ങനെ കമ്മീഷനുണ്ട്. ഇനി നമ്മുടെ റെഫറൽ ലിങ്ക് എടുക്കാനായിട്ട്
ഈ ഒരു പേജിൽ തന്നെ കുറച്ച് താഴെ വരുമ്പോൾ ഇൻവൈറ്റേഷൻ ലിങ്ക് എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മളൊരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി റീചാർജ് ചെയ്ത് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 130 രൂപ കമ്മീഷൻ കിട്ടും. ആ ഒരു ക്യാഷ് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ജോയിൻ ചെയ്യിപ്പിച്ചത് ആ വ്യക്തിയുടെ ഈ ഒരു പേജിൻ്റെ സ്ക്രീൻഷോട്ട് മേടിച്ച് വെക്കുക. അതിനുശേഷം കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചിട്ടും, ഇപ്പം ഞാനൊരു വ്യക്തി ജോയിൻ ചെയ്യിച്ചതിന് ശേഷം അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ കസ്റ്റമർ കെയറിന് അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവരിതിൽ കുറച്ച് ഡീറ്റെയിൽസ് അയക്കുക. അതായത് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ പറയും, അതൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ വീണ്ടും ഇതുപോലൊരു കോഡ് തരും. കണ്ടില്ലേ, ഈ ഒരു കോഡ് നമ്മൾ കോപ്പി എടുക്കുക, നമ്മുടെ സൈറ്റിൽ പോയി ആ ബോണസ് എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ 130 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു കമ്മീഷൻ ക്യാഷ് എടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൂടുതൽ ഏണിങ്സ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ 490 പോയിട്ട് 3200, 7800 അങ്ങനെയൊക്കെ ഉണ്ട്. കൂടുതൽ പ്ലാൻ എടുക്കുമ്പോൾ കൂടുതൽ ഏണിങ്സ് കിട്ടും. താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. ഇനി ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ ചെയ്ത പ്രോഡക്റ്റ് അതിൽ ഡെയിലി ഏണിങ്സ് കിട്ടുമല്ലോ. ഈ ഏണിങ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാലറ്റിൽ വരത്തില്ല, നമ്മൾ ഡെയിലി റിസീവ് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ ME സെലക്ട് ചെയ്യുക. ഇവിടെ മൈ പ്രോഡക്റ്റ് എന്ന് കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്യുക. ഗെറ്റ് എന്ന് കാണാൻ പറ്റും, ആ ഗെറ്റ് സെലക്ട് ചെയ്യുക. അപ്പോഴേക്കും ഈ ഒരു ക്യാഷ് നമ്മുടെ വാലറ്റിൽ വന്നിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്.